ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളുടെ താരതമ്യ പഠനം എന്നത് കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല. അത് ആഗോള രാഷ്ട്രീയത്തിൻ്റെയും തന്ത്രപ്രധാനമായ മുൻതൂക്കങ്ങളുടെയും വലിയൊരു ചിത്രം കൂടിയാണ്. ശാക്തിക സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകക്രമത്തിൽ ലോകത്തെ 4 പ്രധാന ശക്തികളായ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ എന്നിവരുടെ സൈനിക ശേഷി പരിശോധിക്കുന്നത് സമാധാന കാംക്ഷികൾക്കും പ്രതിരോധ താൽപ്പര്യമുള്ളവർക്കും ഒരുപോലെ പ്രധാനമാണ്. ഒരു രാജ്യത്തിൻ്റെ കരുത്ത് എന്നത് അവരുടെ കൈവശമുള്ള വിമാനങ്ങളുടെയോ ടാങ്കുകളുടെയോ എണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മറിച്ച് അത് പ്രയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ, സാമ്പത്തിക അടിത്തറ, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്നിവയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ആഗോള സൈനിക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തുടരുന്ന അമേരിക്കയുടെ കരുത്ത് അതിൻ്റെ ബൃഹത്തായ സാമ്പത്തിക ശേഷിയിലാണ്. ഏകദേശം $877 ബില്യൺ അമേരിക്കയുടെ വാർഷിക പ്രതിരോധ ബജറ്റ്. ഇത് ലോകത്തിലെ അടുത്ത 10 രാജ്യങ്ങൾ ചേർന്ന് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്നതാണ് വാസ്തവം. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ വ്യോമസേനയും നാവികസേനയുമാണ്. 11 വലിയ വിമാനവാഹിനി കപ്പലുകളിലൂടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിമിഷ നേരം കൊണ്ട് തങ്ങളുടെ സൈനിക സാന്നിധ്യം അറിയിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. കേവലം പ്രതിരോധം എന്നതിലുപരി ലോകത്തെവിടെയും പോയി ആക്രമണം നടത്താനുള്ള ശേഷിയാണ് അമേരിക്കയെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എണ്ണത്തിൽ ടാങ്കുകൾ കുറവാണെങ്കിലും അവയുടെ കൃത്യതയും പ്രഹരശേഷിയും വളരെ കൂടുതലാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് പാരമ്പര്യമായി നിലനിൽക്കുന്ന കരസേനയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധ ടാങ്കുകൾ കൈവശമുള്ള രാജ്യം റഷ്യയാണ്. സോവിയറ്റ് കാലഘട്ടം മുതലുള്ള പടുകൂറ്റൻ ആയുധ ശേഖരം, ആധുനികമായ മിസൈൽ സാങ്കേതിക വിദ്യയും റഷ്യയെ 2-ാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നു. ആണവായുധങ്ങളുടെ എണ്ണത്തിൽ അമേരിക്കയെപ്പോലും മറികടക്കുന്ന ഏകദേശം 5500-ലധികം വാർഹെഡുകൾ റഷ്യയുടെ പക്കലുണ്ട്. എന്നാൽ റഷ്യയുടെ ഏറ്റവും പുതിയ പോർമുഖം അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളെ തടയാൻ നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല എന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കടൽ കടന്നുള്ള ആക്രമണങ്ങളെക്കാൾ സ്വന്തം ഭൂപ്രദേശം സംരക്ഷിക്കുന്നതിനും അയൽ രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിനുമാണ് റഷ്യൻ സൈന്യം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ചൈനയുടെ വളർച്ച അതിവേഗത്തിലായിരുന്നു എന്നത് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ചൈന തങ്ങളുടെ പ്രതിരോധ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ വിപ്ലവകരമാണ്. ഏകദേശം $290 ബില്യൺ സൈനികമായി ചെലവാക്കുന്ന ചൈന ഇന്ന് ലോകത്തെ 3-ാമത്തെ വലിയ ശക്തിയാണ്. കപ്പലുകളുടെ എണ്ണത്തിൽ അമേരിക്കയെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ നാവികസേനയായി ചൈന മാറി എന്നത് ശ്രദ്ധേയമാണ്. തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലുകളും ആധുനിക മിസൈലുകളും ചൈനയെ ഏഷ്യൻ മേഖലയിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയാക്കുന്നു. സൈബർ യുദ്ധമുറകളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ചൈന കൈവരിച്ച നേട്ടം ഇപ്പോൾ അമേരിക്കയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ചൈന തങ്ങളുടെ മിസൈൽ ശേഖരം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിനോടകം ലോകത്തെ ഏറ്റവും വലിയ ജനശക്തി സൈന്യമായി മാറിയതും ചൈനയുടെ വലിയൊരു കരുത്താണ്. 4-ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങൾ സവിശേഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സൈന്യമാണ് ഇന്ത്യക്കുള്ളത്. $70 ബില്യൺ പ്രതിരോധ ബജറ്റുള്ള ഇന്ത്യ ഇന്ന് ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കാതെ തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യോമസേന ലോകത്തെ തന്നെ മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു. റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളും ഫ്രഞ്ച് നിർമ്മിത റഫാലും ഇന്ത്യൻ ആകാശത്തിന് കരുത്തേകുന്നു. നാവികസേനയുടെ വിപുലീകരണവും ഇന്ത്യ ഗൗരവമായി കാണുന്നുണ്ട്. 2 വിമാനവാഹിനി കപ്പലുകൾ സജീവമായി നിലനിർത്തുന്ന ഇന്ത്യൻ സമുദ്രമേഖലയിലെ തന്ത്രപ്രധാനമായ ശക്തിയാണ്. ഉയർന്ന മലനിരകളിലെ യുദ്ധമുറകളിൽ ഇന്ത്യ ലോകത്ത് 1-ാം സ്ഥാനത്താണ് എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഹിമാലയൻ അതിർത്തികളിലെ വെല്ലുവിളികൾ ഇന്ത്യയെ ഇത്തരമൊരു ശേഷി കൈവരിക്കാൻ പ്രേരിപ്പിച്ചു. കൂടാതെ ഇന്ത്യയുടെ അഗ്നി മിസൈൽ പരമ്പരകളും ആണവായുധ ശേഖരവും ഇന്ത്യയെ ഒരു ആഗോള ശക്തിയായി നിലനിർത്തുന്നു. ഈ 4 രാജ്യങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ ചില സുപ്രധാനമായ പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അമേരിക്ക സാങ്കേതിക തികവിലും ആഗോള വ്യാപനത്തിലും വിശ്വസിക്കുമ്പോൾ റഷ്യ തങ്ങളുടെ കനത്ത പ്രഹരശേഷിയുള്ള മിസൈലുകളിലും ടാങ്കുകളിലും ഉറച്ചു നിൽക്കുന്നു. ചൈന തങ്ങളുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് അതിവേഗ നവീകരണം നടത്തുമ്പോൾ ഇന്ത്യ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായ സൈനിക നൈപുണ്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യുദ്ധമെന്നത് ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, അത് സാമ്പത്തിക ഭദ്രതയുടെയും തന്ത്രപരമായ സഖ്യങ്ങളുടെയും കൂടി കളിയാണ്. ആണവായുധങ്ങൾ എന്ന വലിയ പ്രതിരോധ കവചം ഈ 4 രാജ്യങ്ങൾക്കും ഉള്ളതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഒരു ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത നിലവിൽ കുറവാണ്. എന്നാൽ സൈബർ യുദ്ധങ്ങൾ, പ്രോക്സി യുദ്ധങ്ങൾ എന്നിവയിലൂടെ ഇവർ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യവും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് കേവലം ആക്രമണത്തിന് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവർ തങ്ങളെ ആക്രമിക്കുന്നത് തടയാനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്.
ലോക സമാധാനത്തിന് ഇത്രയധികം ആയുധങ്ങൾ ആവശ്യമാണോ എന്നത് ഇന്നും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. എങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം സംരക്ഷിക്കാൻ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം നാം അംഗീകരിക്കേണ്ടി വരും. വരും വർഷങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവ സൈനിക മേഖലയിൽ വ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. അപ്പോഴും ഈ 4 രാജ്യങ്ങൾ തന്നെയാകും ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.